Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോവിലെ MCO4 ബിസിനസ് എൻവയോൺമെൻറ്റിലെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലെ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ തന്നെ മൈക്രോ എന്നും അതേപോലെ തന്നെ മാക്രോ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എംപ്ലോയീസ്, അങ്ങനെയുള്ള ഇൻ്റർമീഡിയറീസ്, സപ്ലയേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് എന്തെല്ലാം ഫാക്ടേഴ്സാണ് മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത്. മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അത് ലൈക്ക് മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എൻവയോൺമെൻറ്റിലും ഇതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇക്കണോമിക്കൽ. ഈ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എന്താണ് ഇക്കണോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരാം. അതായത് അതിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ വിച്ച് എ കൺട്രി ഈസ് പാസിംഗ് അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം. അതായത് സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് ഏത് സ്റ്റേജിലൂടെയാണ് ആ കൺട്രി പാസ് ചെയ്യുന്നത്. ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ ഏത് സ്റ്റേജിലൂടെയാണ് അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ട് ഏത് സ്റ്റേജിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ വിച്ച് എ കൺട്രി ഈസ് പാസിംഗ് അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ദ ഇക്കണോമിക് സിസ്റ്റം ഫോളോസ് സച്ച് ആസ് ക്യാപിറ്റലിസം, സോഷ്യലിസം ഓർ മിക്സഡ് എക്കണോമി. നമുക്കറിയാം വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതാണ് ക്യാപിറ്റലിസം ആണോ സോഷ്യലിസം ആണോ അതോ മിക്സഡ് ആയിട്ടുള്ള എക്കണോമി ആണോ ഫോളോ ചെയ്യുന്നത് എന്നതാണ് ഏതിൽ വരുന്നത്? രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത്. ദ ഇക്കണോമിക് സിസ്റ്റം follows such a country that is capitalism, socialism or mixed economy, whatever may be. തേർഡ് പോയിന്റ് പറയുന്നത് the nature of the economic policies. nature of the economic policies, അതായത് ഏത് ഇക്കണോമിക് പോളിസിയാണ്? such as industrial policy, monetary policy, fiscal policy, etc. industrial policy, monetary policy, fiscal policy, etc. and another point, type of economic planning. type of economic planning such as centralized or decentralized planning. എന്താണ് സെൻട്രലൈസ്ഡ്, എന്താണ് ഡീസെൻട്രലൈസ്ഡ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണോ അതോ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണോ? ഇനി ആനുവൽ പ്ലാൻസ് ഓർ ബഡ്ജറ്റ്സ് എക്സെട്ര. ആനുവൽ പ്ലാൻസ് ഓർ ബഡ്ജറ്റ്സ് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? ഈ പോയിന്റിൽ. അതായത് ദ ടൈപ്പ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് സച്ച് ആസ് സെൻട്രലൈസ്ഡ് ഓർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ആനുവൽ പ്ലാനുകൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ ബഡ്ജറ്റ്സുകളൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. നേച്ചർ ഓഫ് infrastructure available in the country such as transportation, communication, etc. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അതായത് ആ കൺട്രിയിൽ ഫോളോ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ പോയിന്റിൽ. ദാറ്റ് ഈസ് നേച്ചർ ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ഇൻ ദാറ്റ് പ്ലേസ് ഓർ കൺട്രി, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് ഇൻഡീസസ്. ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് ഇൻഡീസസ് സച്ച് ആസ് national income, per capita income, rate of savings, etc. national income, അതേപോലെ തന്നെ per capita income, savings, etc. ഇപ്പോൾ ഇക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞത്. ഒന്നാമത്തെ എന്തായിരുന്നു? ഇക്കണോമിക് എൻവയോൺമെന്റ് ആയിരുന്നു. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, അതായത് രാഷ്ട്രീയപരമായ അതേപോലെ തന്നെ ലീഗലായിട്ടുള്ള നിയമപരമായുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നമുക്കറിയാം പൊളിറ്റിക്കലി അല്ലാന്നുണ്ടെങ്കിൽ ലീഗലി എന്താണ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിലും എന്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നു?
ഡിസിഷൻസ് ഒക്കെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഡിഫൈൻ ദ കോഴ്സ് ഓഫ് action an organization may take place within the changing environment. അതായത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഡിഫൈൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ an organization may take within the changing environment. അതായത് എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് നമ്മുടെ ബിസിനസിന്റെ കാര്യത്തിലും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, മാറ്റങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി അല്ലാന്നുണ്ടെങ്കിൽ ലീഗലി നിയമങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എവിടെയും കൊണ്ടുവരണം, നമ്മുടെ ബിസിനസ്സിലും കൊണ്ടുവരണം. അടുത്തത് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ലിവ് ചെയ്യുന്ന അല്ലേ പ്ലേസിനെയാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എന്തെന്ന് പറയും? സൊസൈറ്റി എന്ന് പറയും. അവിടെ ആരാണ് സൊസൈറ്റിയിൽ താമസിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ഈ ഹ്യൂമൻ ബീയിങ്സിനെയും അതേപോലെ തന്നെ അവരുടെ കൾച്ചറിനെയും ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്ലേസിലുള്ളവർക്കും എന്തായിരിക്കും? ഓരോ കൾച്ചറായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും എന്തിനെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് അവരുടെ വാല്യൂസ്, അതേപോലെ തന്നെ അവരുടെ ബിലീഫ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെ എന്താണ്? മേക്ക് എ ഷാർപ്പ് ഇമ്പാക്റ്റ് ഓൺ ബിസിനസ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഷാർപ്പായിട്ട് തന്നെ, അതായത് വളരെ ലളിതമായ രീതിയിലല്ല, ഒരു നല്ല രീതിയിൽ തന്നെ ഷാർപ്പായിട്ട് തന്നെ ഏതിനെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യും. ഇതാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. ഫസ്റ്റ് വൺ പറഞ്ഞത് എക്കണോമിക് എൻവയോൺമെന്റ്, രണ്ടാമത്തെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, മൂന്നാമത്തെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. ആൻഡ് ഫോർത്ത് വൺ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യാപരമായുള്ള, അതായത് സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ. അതായത് അതിൽ വരുന്ന ചെറിയ ചെറിയ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ, അതേപോലെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ഓരോരുത്തരുടെയും എന്താണ് ആവറേജ് ലൈഫ്, അതിനെയാണ് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏജ്, ഇൻകം, എഡ്യൂക്കേഷൻ. എല്ലാവരുടെയും ഇൻകം ഒരേപോലെ അല്ലല്ലോ. ഓരോരുത്തരുടെ ഇൻകം എന്താണ്? ലോ ലെവൽ ഇൻകം ഗ്രൂപ്പുകാരുണ്ടായിരിക്കും, മീഡിയം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഹൈ ലെവൽ ഇൻകം ഗ്രൂപ്പുകാരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ എല്ലാം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഹൈ ഇൻകം ഗ്രൂപ്പുകാർ വാങ്ങിക്കുന്ന അതേ സാധനം തന്നെ ആര് വാങ്ങിച്ചോളണം എന്നില്ല, ലോ ലെവൽ ഇൻകം ഏൺ ചെയ്യുന്നവർ വാങ്ങിച്ചോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇൻകത്തിനനുസരിച്ചും അതേപോലെ തന്നെ വിദ്യാഭ്യാസം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ്, അപ്പോൾ അതിലും എന്ത് വരാം? വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ, ലൈഫ് എക്സ്പെക്റ്റൻസി, ഏജ്, ഇൻകം, എഡ്യൂക്കേഷൻ etc. define the demographic environment. They differ from place to place in the same country and also from country to country. അതായത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴും അതേപോലെ തന്നെ വിത്തിൻ ദ കൺട്രി ആണ് എന്നുണ്ടെങ്കിലും അതിൽ എന്ത് വരാം? വ്യത്യാസങ്ങൾ വരാം. ഇതാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിൽ പറയുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തെയാണ് പറയുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് അതായത് സാങ്കേതികപരമായിട്ടുള്ള എൻവയോൺമെന്റ്. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? പല രീതിയിലുള്ള മെത്തേഡ്സുകൾ ഉണ്ടായിരിക്കാം. അതിനെയാണല്ലോ നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നതിനനുസരിച്ച് തന്നെ ടെക്നോളജിയിലും എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്? അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പഴഞ്ചൻ രീതികളെ മാറ്റിയിട്ട് എന്താണ്? പുതിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ നല്ല മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ടെക്നോളജീസ് തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കുവാനും നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ടെക്നോളജിക്കലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഗുഡ്സ് ആയിക്കോട്ടെ അതേപോലെ തന്നെ സർവീസസ് ആയിക്കോട്ടെ. ഇപ്പോൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ സർവീസസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പുതിയ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പുതിയ ടെക്നോളജീസിൽ വരികയാണ്. അപ്പോൾ ആരും ഈ പഴഞ്ചൻ രീതികളെ എന്താണ് ആക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏതൊരു സെക്ടറിലാണെന്നുണ്ടെങ്കിലും അതേപോലെ ഗുഡ്സിലാണെന്നുണ്ടെങ്കിലും സർവീസസിലാണെന്നുണ്ടെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടെക്നോളജി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്? മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. And next one, international environment. International environment.
അതായത് ഇക്കണോമിക്കലി, അതേപോലെ തന്നെ പൊളിറ്റിക്കലി, ടെക്നോളജിക്കലി, സോഷ്യോളജിക്കൽ ചേഞ്ചസ് in the international area define the international environment. അതായത് ഇന്റർനാഷണൽ എൻവയോൺമെന്റിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യോളജിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള വ്യത്യാസം ഏതിനെ അഫക്റ്റ് ചെയ്യാം? ഇന്റർനാഷണൽ ആയിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ എന്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു? ഈ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് എന്നുള്ള ഒരു ഫാക്ടറിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇന്റർനാഷണലായിട്ടും ഓരോരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള എക്കണോമിക്, പൊളിറ്റിക്കൽ, അതേപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ, നേച്ചുറൽ എൻവയോൺമെന്റ്. ഇപ്പോൾ ഒരു പ്ലേസിന്റെ ഇക്കോളജി, അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അതായത് ഒരു പ്ലേസിന്റെ ഇക്കോളജി, ചുറ്റുപാട് അല്ലെങ്കിൽ പരിസ്ഥിതി, അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അവിടെയുള്ള റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യത ഫോർ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഡിഫൈൻ ദ നേച്ചുറൽ എൻവയോൺമെന്റ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസുകളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ബിസിനസ് റൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ബിസിനസ് ബിസിനസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമായുള്ള റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഒന്നും ലഭിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഏതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. ഈ എക്സ്റ്റേണലിൽ തന്നെ മൈക്രോയും ഉണ്ട്, അതേപോലെ തന്നെ മേക്രോയും ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല, ആ എക്സ്റ്റേണലിൽ തന്നെ മൈക്രോയും മേക്രോയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകാരാണ് വരുന്നത്. അതേപോലെ തന്നെ മേക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ, അതേപോലെ തന്നെ നേച്ചുറൽ, അതേപോലെ ഇന്റർനാഷണൽ. ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് ഏതിൽ വരുന്നത്? മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എമർജിങ് സിനാറിയോ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ. എമർജിങ് സിനാറിയോ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ എമർജ് ചെയ്തുകൊണ്ടുവരുന്ന സിനാറിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ രൂപം എങ്ങനെയാണ്? ബിസിനസ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ് എൻവയോൺമെന്റിന്റെ എമർജ് ചെയ്തുകൊണ്ടുവരുന്ന രൂപം അല്ലെങ്കിൽ അതിന്റെ സിനാറിയോ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ ഈ എമർജിങ് സിനാറിയോയില് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അതായത് രാഷ്ട്രീയപരമായ അനിശ്ചിതത്വം. അതായത് ഇപ്പം നമ്മുടെ ഗവൺമെന്റ് അല്ലാന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി അത് ഇടയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏതിന് ബുദ്ധിമുട്ടായിരിക്കും? നമ്മുടെ ബിസിനസ്സിന് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ലോ അപ്ലൈ ചെയ്തു, ഇനി കുറച്ച് കഴിഞ്ഞത് വീണ്ടും മാറുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. ഇപ്പോൾ എന്ത് ഒരു നിയമമാണ് എന്നുണ്ടെങ്കിലും അത് നമുക്കറിയാലോ, നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് അപ്ലൈ ചെയ്തു ഒന്ന് റൺ ചെയ്ത് വരുമ്പോഴേക്ക് വേറൊരു തരത്തിലുള്ള മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ നിയമമാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് വലിയ ഒരു പ്രോബ്ലം തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഗ്ലോബലൈസേഷൻ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്. ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടും ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ വേൾഡ് ഹാസ് കൺവേർട്ടഡ് ഇൻടു എ ഗ്ലോബൽ വില്ലേജ്. അതായത് മൊത്തം എല്ലാ രാജ്യങ്ങളെയും കൂടെ എങ്ങനെയാണ് പറയുന്നത്? ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് എന്തിനു വേണമെന്നുണ്ടെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർക്ക് നമ്മുടെ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാ കൺട്രീസിനെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത്
നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന മറ്റ് രാജ്യക്കാരാണെന്നുണ്ടെങ്കിലും അല്ലേ, അവരിവിടെ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതും ഒക്കെ നമുക്ക് എന്താണ് പോസിറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷനിലൂടെ ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ മേന്മകൾ നമുക്ക് എന്താണ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഗ്ലോബലൈസേഷൻ, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഗ്ലോബലൈസേഷൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇക്കണോമിക് ലിബറലൈസേഷൻ. ഇക്കണോമിക് ലിബറലൈസേഷൻ അതായത് സാമ്പത്തികപരമായ കുറേ കാര്യങ്ങളിൽ എന്താണ് ലിബറലൈസേഷൻ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് 1991 ഇൻഡസ്ട്രിയൽ പോളിസിക്ക് ശേഷം അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് റിഡക്ഷൻ ഇൻ ദ റോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ. ആരുടെ റോള് കുറഞ്ഞു? പബ്ലിക് സെക്ടറിൻ്റെ റോള് കുറയുകയും അതേപോലെ തന്നെ കൂടുതൽ സെക്ടറിൽ പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എൻ്റർ ചെയ്യുകയും പബ്ലിക് ഓർഗനൈസേഷൻ്റെ എന്താ പറയുക ഒരു കടന്നുകയറ്റം കുറയ്ക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മേന്മകൾ നമ്മുടെ രാജ്യത്തും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഉള്ള ഹ്യൂമൻ ബീയിങ്സിനെ പല രീതിയിലും എന്താണ് പോസിറ്റീവായിട്ടാണ് അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്കണോമിക് ലിബറലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് നല്ലൊരു പോസിറ്റീവായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ഗ്ലോബലൈസേഷൻ, ഇക്കണോമിക് ലിബറലൈസേഷൻ. ഇനി ഫോർത്ത് വൺ ടെക്നോളജിക്കൽ റെവല്യൂഷൻ, ടെക്നോളജിക്കൽ റെഗുലേഷൻ. ഇപ്പം നമുക്കറിയാം ഇൻഫോർമേഷൻ ടെക്നോളജി ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അല്ലേ, ഡെവലപ്മെൻറ്റ്സുകൾ അതേപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആണ് ഏത് നമ്മുടെ IT ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ ആർ ഡിഫൈനിങ് ദ പേസ് ഓഫ് ഗ്രോത്ത് ഫോർ ഇന്ത്യ അറ്റ് ദിസ് മൂമെൻറ്റ്. അതായത് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഏതിനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത് ഏതിലൂടെയൊക്കെ കമ്പ്യൂട്ടറൈസേഷൻ വന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള അല്ലേ ഇൻഫോർമേഷൻ ടെക്നോളജി ഇങ്ങനെയുള്ള ഈ ഫീൽഡിൽ വന്ന മാറ്റം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് അത്രയും വലുതാണെന്നാണ് പറയുന്നത് ടെക്നോളജിക്കൽ റവല്യൂഷൻ. ഇനി അടുത്തത് അതായത് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് എന്താണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടേതായിട്ടുള്ള ബിസിനസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് ആയിരിക്കും നമ്മൾ അതെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് പുറമെ നമ്മൾ എന്തെങ്കിലും വേറെയുള്ള സബായിട്ടുള്ള ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസീസിന് നമ്മൾ ആ വർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെയിൻ ടാസ്കിന് അഡീഷണലായിട്ട് വേറെ വല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് പുറമെ വല്ല ഏജൻസിക്കും കൈമാറുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ ഔട്ട്സോഴ്സിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രം ആയിക്കൊള്ളണമെന്നില്ല അങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ എന്താണ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള കൺട്രീസിലേക്കും മറ്റുള്ള കൺട്രീസ് എന്താണ് നമ്മുടെ രാജ്യത്തേക്കും അത് തന്നു എന്ന് വരാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്, അതേസമയം ചീപ്പുമാണ്. ക്വാളിഫൈഡ് ആൻഡ് ചീപ്പ് വർക്കേഴ്സാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ മറ്റുള്ള രാജ്യക്കാർ എന്ത് ചെയ്യും? അത് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളെ ഏൽപ്പിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള നമ്മുടെ രാജ്യത്തിന് അകത്തായാലും പുറത്തായാലും എന്താ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എന്താ പറയുക പ്രധാനപ്പെട്ട ജോലി എന്താണോ അതിൽ കൂടുതലായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യുവാനും അതേപോലെ തന്നെ എന്താണ് റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കിട്ടുവാനും ഏതിലൂടെ സഹായകരമാണ്? ഈ ഔട്ട്സോഴ്സിങ്ങിലൂടെ സഹായകരമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ചില പ്രൊജക്ട്സുകളൊക്കെ US, ഓസ്ട്രേലിയ, കാനഡ എക്സെട്ര അവരുടേതായിട്ടുള്ള ചില പ്രൊജക്ട്സുകളൊക്കെ ആരെയാണ് ഏൽപ്പിക്കുന്നത്? നമ്മുടെ ഇന്ത്യക്കാരെയാണ് ഏൽപ്പിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫൈഡ് വർക്കേഴ്സാണ്. അറ്റ് ദ സെയിം ടൈം ചീപ്പായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു റേറ്റ് കുറഞ്ഞ രീതിയിൽ എന്ത് കൊടുത്താൽ മതി? അതിനുള്ള റെമ്യൂണറേഷൻ കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ ബിസിനസ്സിന് എന്താണ് അത്രയും ഹെൽപ്ഫുള്ളാണ്. ഇതാണ് ഔട്ട്സോഴ്സിങ് എന്നുള്ള പോയിന്റിൽ പറയുന്നത്. അടുത്തത് എമേർജിങ് റൂറൽ മാർക്കറ്റ്. എമേർജിങ് റൂറൽ മാർക്കറ്റ് അതായത് റൂറൽ മാർക്കറ്റിൽ എന്താണ്? ഇപ്പോൾ എല്ലാ ബിസിനസ്മാൻമാരും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എവിടെയാണ്? റൂറൽ മാർക്കറ്റിലാണ്.
ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റി അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൗണുകളൊക്കെയാണ് കൂടുതലായിട്ട് അവർ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെയാണ് കൂടുതലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കുക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ആയിക്കോട്ടെ, അതൊക്കെ തീർച്ചയായിട്ടും എവിടെയാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്? ഇങ്ങനെയുള്ള ഈ പട്ടണ പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ഈ റൂറൽ പ്രദേശങ്ങളിൽ ആരും വന്നിട്ട് എന്ത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല? ബിസിനസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ബിസിനസ്മാൻമാർ വന്നിട്ട് ഇങ്ങനെയുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് ബിസിനസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് മുഖാന്തരം അവിടെ താമസിക്കുന്ന ആളുകൾക്കും അതെന്താണ് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇക്കണോമിയിലായാലും അവരുടെ ലൈഫിലായാലും എന്തിലായാലും ഒരു ബാലൻസ് ഉണ്ടാകാനും, അതായത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കുവാനും, മറ്റുള്ളവരെ പോലെ ഇവരും ആകണമല്ലോ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവരുടെ ഇൻക്രീസ് ചെയ്യുവാനും, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ പോലെ എത്താനും ആർക്ക് സാധിക്കുന്നു? ആ റൂറൽ ഏരിയാസിലുള്ള ജനങ്ങൾക്ക് സാധിക്കുന്നു. എമർജിങ് റൂറൽ മാർക്കറ്റ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് സ്റ്റേക്ക് എക്സ്പെക്ടേഷൻ. ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് താല്പര്യം കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്ലയേഴ്സ്, അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, സപ്ലയേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ലോക്കൽ കമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ ആൻഡ് സൊസൈറ്റി. ഷെയർ ഹോൾഡേഴ്സ്, അതേപോലെ സപ്ലയേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ലോക്കൽ കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഇവയൊക്കെയാണ് നമ്മൾ പൊതുവായിട്ടും എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതിനനുസരിച്ചായിരിക്കണം? ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസിന് അനുസരിച്ചായിരിക്കണം. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ആ പ്രതീക്ഷ നമ്മൾ എന്താണ് നിലനിർത്തിയാൽ മാത്രമേ ആർക്കും നിലനിൽപ്പുള്ളൂ? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ ബിസിനസ് coming up to the expectations of the society and fulfilling the needs of the community. അതായത് ഒരു പരിധി വരെ അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്? നമ്മുടെ ബിസിനസ്സിന് സാധിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്റ്റേഷൻ എന്ന പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഈ എമർജിങ് സിനാറിയോ എന്നുള്ള പോയിന്റിൽ പറഞ്ഞ പോയിന്റുകൾ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ഗ്ലോബലൈസേഷൻ, എക്കണോമിക് ലിബറലൈസേഷൻ, ടെക്നോളജിക്കൽ റെവല്യൂഷൻ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്റ്റേഷൻ, ഔട്ട്സോഴ്സിങ്, എമർജിങ് റൂറൽ മാർക്കറ്റ്. ഇത്രയും പോയിന്റുകളാണ് എമർജിങ് സിനാറിയോ ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റൽ സ്കാനിങ്. നല്ലൊരു ടോപ്പിക്കാണ് എൻവിയോൺമെൻറ്റൽ സ്കാനിങ്. സ്കാനിങ് മീൻസ് എന്താണ്? അറിയാം. എന്താണ്? പരിശോധിക്കാം. അതായത് നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പരിശോധിക്കാം അല്ലേ? ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻവിയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആൻഡ് എന്താ പറയുക കണ്ടിന്യൂസ് ആക്ടിവിറ്റി. അത്രയും ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതുമായുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ഈ എൻവയോൺമെൻറ്റ് സ്കാനിങ് നടത്തുക എന്നുള്ളത്. അതായത് അത് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് നമുക്ക് തോന്നുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ കാര്യങ്ങളാണോ സംഭവിക്കുന്നത്, എന്തൊക്കെ അപ്ഡേഷൻസ് ആണോ സംഭവിക്കുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളത് എന്താണ്? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈച്ച് ഓർഗനൈസേഷൻ സ്റ്റഡീസ് പാർട്ട് ദാറ്റ് ഈസ് റെലവൻറ്റ് ടു ഇറ്റ്സ് ബിസിനസ്. ഓരോ ഓർഗനൈസേഷനും എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? സ്റ്റഡീസ് ദ പാർട്ട് ദാറ്റ് ഈസ് റെലവൻറ്റ് ടു ഇറ്റ്സ് ബിസിനസ്. ബിസിനസ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് എന്താണ്? അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈച്ച് ഓർഗനൈസേഷൻ സ്റ്റഡീസ് ദ പാർട്ട് ദാറ്റ് ഈസ് റെലവൻറ്റ് ടു ഇറ്റ്സ് ബിസിനസ്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് എന്താണ്? അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് കോൾഡ് റെലവൻറ്റ് എൻവയോൺമെൻറ്റ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റെലവൻറ്റ് എൻവയോൺമെൻറ്റ്. അതായത് റെലവൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ പഠിക്കുക. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? റെലവൻറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയാം. ഇനി ഈ റെലവൻ്റ് ആയിട്ടുള്ള
environment. The process by which the organization is മോണിറ്ററിങ് ദ റെലവൻറ്റ് എൻവയോൺമെൻറ്റ്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എൻവയോൺമെൻറ്റൽ സ്കാനിങ്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് അതായത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അതിലത്തെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാവുന്നതാണ്? ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് വിളിക്കാവുന്നതാണ്. ഇനി എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. അതായത് അപ്പോൾ എന്താണ്, എല്ലാ കാര്യങ്ങളും ഡൈനാമിക് ആണ് അല്ലെങ്കിൽ ചേഞ്ചബിൾ ആണ്, പുതിയ പുതിയ അപ്ഡേഷൻസ് വരികയാണ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഒബ്സർവേഷൻ നടത്തുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ് അത്രയും ആവശ്യകതയുള്ളൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെയുള്ള ചേഞ്ചസിനെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അതിനെ മാനേജ് ചെയ്യുകയും അതിന് എന്താ പറയുക, നമുക്ക് ഫേസ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഫേസ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബിസിനസ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത് എന്താണ് അത്രയും ആവശ്യകതയുള്ളൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് നടത്തുന്നത് മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഫ്യൂച്ചർ ട്രെൻഡ്സ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. ഭാവിയിലുള്ള ട്രെൻഡ്സുകൾ എങ്ങനെയാണ് വരിക എന്നുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് എത്താനും സാധിക്കും. ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് ഇൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അതായത് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ അത്രയും ഫണ്ടമെൻ്റൽ അറ്റ് ദ സെയിം ടൈം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടിയാണ് ഏത്? എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗോൾസ് ഓഫ് ദ എൻവയോൺമെൻറ്റൽ സ്കാനിങ്. അതായത് ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് നടത്തുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്? വാട്ട് ആർ ദ ഗോൾസ് ഓഫ് ദ എൻവയോൺമെൻറ്റൽ സ്കാനിങ്? ഫസ്റ്റ് വൺ പറയുന്നത് സ്കാനിങ് ഷുഡ് പ്രൊവൈഡ് എ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ സ്കാനിങ് നടത്തുന്നതിലൂടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കറണ്ട്, അതായത് കറണ്ടിലെയാണ് എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വരാൻ പോകുന്ന പൊട്ടൻഷ്യൽ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. ഇപ്പോഴാണ് എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഭാവിയിൽ ഇനി എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. സെക്കൻഡ് വൺ പറയുന്നത് പ്രൊവൈഡ് ഇൻപുട്സ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. തന്ത്രപരമായിട്ടുള്ള എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻപുട്ട് ഏത് പ്രൊവൈഡ് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എൻവയോൺമെൻറ്റൽ സ്കാനിങ് പ്രൊവൈഡ് ഇൻപുട്സ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഇൻപുട്സ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് ഫെസിലിറ്റേറ്റ് ആൻഡ് ഫോസ്റ്റർ സ്ട്രാറ്റജിക് തിങ്കിങ് ഇൻ ദ ഓർഗനൈസേഷൻ. ഷുഡ് ഫെസിലിറ്റേറ്റ് ആൻഡ് ഫോസ്റ്റർ സ്ട്രാറ്റജിക് തിങ്കിങ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിലെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക തോട്ട്സുകളാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? എളുപ്പമാക്കാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ആൻഡ് ഫോസ്റ്റർ സ്ട്രാറ്റജിക് തിങ്കിങ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ 3 ഗോളുകളാണ് പറഞ്ഞത്. സ്കാനിങ് ഷുഡ് പ്രൊവൈഡ് എ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ചേഞ്ചസ്. രണ്ടാമത്തെ പറഞ്ഞത് പ്രൊവൈഡ് ഇൻപുട്ട് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് facilitate and foster strategic thinking in the organization. Strategic thinking in the organization. അടുത്തത് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്, അതായത് ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞു അതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് ഈസ് എ ഹോളിസ്റ്റിക്. അതേപോലെ തന്നെ കണ്ടിന്യൂസ്, ഇത് ആദ്യമേ പറഞ്ഞതാണ്, എപ്പോഴെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമല്ല, അതെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതെന്താണ്, ഒരു എക്സ്പ്ലോറേറ്ററി പ്രോസസ്സാണ്. എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിലും ഒരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെയാണ് ഏത് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് ഇത് ഹോളിസ്റ്റിക് ആണ്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആണ്, അതേപോലെ തന്നെ എക്സ്പ്ലോറേറ്ററി ആണ്. ഇനി അടുത്തത് അപ്രോച്ചസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. അപ്രോച്ചസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. അപ്രോച്ചസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. അപ്രോച്ചസിലെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൽ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അതായത് ഇത് എങ്ങനെയുള്ള അപ്രോച്ചസ് ആണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് അല്ലെങ്കിൽ അപ്രോച്ചാണ്. ഇറ്റ് ബ്രിങ്സ് എ സിസ്റ്റമാറ്റിക് ദാറ്റ് എൻഷോർസ് സയന്റിഫിക് ആൻഡ് കണ്ടിന്യൂസ് ഇൻഫോർമേഷൻ. Continuous information or continuous collection of information for environmental scanning. അതായത് സയന്റിഫിക് ആയിട്ടുള്ള തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് പോരാലോ. അപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എന്താണെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് ആണെന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ അഡ്ഹോക് അപ്രോച്ച്. അഡ്ഹോക് അപ്രോച്ച്. It deals with special surveys and studies to deal with the different environment issues. It deals with special surveys and studies. It deals with special surveys and studies to deal with the different environmental issues. അതായത് വിവിധ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ സംബന്ധിച്ച് സ്പെഷ്യൽ, അതേപോലെ തന്നെ സ്പെഷ്യൽ സർവേസ് ആൻഡ് സ്റ്റഡീസ്, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലാണ് എന്ത് നടത്തുന്നത്, ഇത് ഇൻഫോർമേഷൻസ് ഗ്യാതറിങ് അല്ലെങ്കിൽ സ്കാനിങ് നടത്തുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണം, ഇതെന്താണ് കാരണം, അതെങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സർവേ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നടത്തുന്നത്. അതാണ് അഡ്ഹോക് അപ്രോച്ച്. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്പെഷ്യൽ സർവേസ് ആൻഡ് സ്റ്റഡീസ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്പെഷ്യൽ സർവേസ് ആൻഡ് സ്റ്റഡീസ് ടു ഡീൽ വിത്ത് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോസസ്ഡ് ഫോം അപ്രോച്ച്. പ്രോസസ്ഡ് ഫോം അപ്രോച്ച്. Here the information is sorted in a processed way both from inside and outside the organization. അതായത് ഇവിടെ എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, is sorted in a processed way both from inside and outside the organization. അതായത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഇൻഫോർമേഷൻ is sorted in a processed way both from inside and outside the organization. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നായാലും അതേപോലെ തന്നെ പുറത്തു നിന്നായാലും ഒരു പ്രോസസ്ഡ് വേയിലൂടെയാണ് ഇവരെന്ത് നടത്തുന്നത്, ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുകയും അതേപോലെ തന്നെ അതിൻ്റെ സോർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് പ്രോസസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. അതായത് എൻവയോൺമെൻറ്റൽ സ്കാനിങ് നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം പ്രോസസ്സിലൂടെയാണ് നടത്തേണ്ടത്. ഫസ്റ്റ് വൺ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കീ എൻവയോൺമെൻറ്റ് വാരിയബിൾസ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് കീ എൻവയോൺമെൻറ്റ് വാരിയബിൾസ്, അതായത് ഏതൊക്കെയാണ് എൻവയോൺമെൻറ്റ് വാരിയബിൾസ് എന്നുള്ളത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. Organization should identify the key environment variables affecting the business and economy both from macro and micro environment. അതായത് മൈക്രോ എൻവയോൺമെൻറ്റിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ മാക്രോ എൻവയോൺമെൻറ്റിൽ നിന്നോ ഇതിൽ നിന്നും ആയിക്കോട്ടെ അതെന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന വാരിയബിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. The key environmental variables can be customer related. ഇനി വേരിയബിൾസ് എന്ന് പറയുന്നത് ഏതിനൊക്കെ റിലേറ്റ് ചെയ്തതായിരിക്കാം, കസ്റ്റമർ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഓർ മാർക്കറ്റ് റിലേറ്റഡ്, അതേപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ്, റെഗുലേറ്ററി
അതേപോലെ തന്നെ വർക്ക് റിലേറ്റഡ് എക്സെട്ര. അപ്പോൾ കീ വാരിയബിൾസ് എന്ന് പറയുന്നത് ഏതെല്ലാം റിലേറ്റഡ് ആയിരിക്കാം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ടെക്നോളജി, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റിലേറ്റഡ് എക്സെട്ര. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റിലേറ്റഡ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് കീ എൻവയോൺമെന്റ് വാരിയബിൾസിൽ പറയുന്നത്. ചുരുക്കത്തിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ കീ വാരിയബിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ബോത്ത് ഫ്രം മൈക്രോ ആൻഡ് മാക്രോ. ഈ വാരിയബിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെ റിലേറ്റഡ് ആയിരിക്കാം? കസ്റ്റമേഴ്സ്, കോമ്പറ്റീഷൻ, മാർക്കറ്റ്, ടെക്നോളജി, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റിലേറ്റഡ് എക്സെട്ര. അതായത് എന്താ പറയുക, ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതാണ് ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ഫോർ എൻവയോൺമെന്റൽ സ്കാനിങ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ഫോർ എൻവയോൺമെന്റൽ സ്കാനിങ്. അതായത് ഈ ഇൻഫോർമേഷൻ ഏത് സോഴ്സസിൽ നിന്നുമാണ് ലഭിക്കുന്നത്? ഇപ്പം നമുക്കറിയാം വിവിധ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാണ് എന്നുള്ളത്. അപ്പോൾ അതിനൊരു സോഴ്സ് വേണമല്ലോ. അപ്പോൾ വാട്ട് ആർ ദ സോഴ്സസ് അവൈലബിൾ, അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. എൻവയോൺമെന്റൽ സ്കാനിങ്ങിന് വേണ്ടതായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഏതെല്ലാം സോഴ്സസിലൂടെയാണ് ലഭ്യമാക്കേണ്ടത്, അതെന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഫോർമൽ സോഴ്സസിൽ നിന്നാകാം, അതല്ലാന്നുണ്ടെങ്കിലോ ഇൻഫോർമൽ സോഴ്സസിൽ നിന്നാകാം. This could be written as well as verbal. നമുക്കറിയാം പലതരത്തിലുള്ള ഇതുണ്ടല്ലോ, റിട്ടൺ ഉണ്ടാകാം, ഓറൽ ഉണ്ടാകാം, വെർബൽ, നോൺ വെർബൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫോർമൽ, ഇൻഫോർമൽ, അതേപോലെ തന്നെ റിട്ടൺ, ഓറൽ, അതേപോലെ തന്നെ വെർബൽ, നോൺ വെർബൽ എക്സെട്ര. ഏത് സോഴ്സസിൽ നിന്നാണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടെ കുറച്ച് പോയിന്റുകളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം പറയുന്നത് ഇന്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ അകത്തുള്ള സോഴ്സസ് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഏതിനകത്തുള്ള സോഴ്സസ് ആണ്? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്തുള്ള സോഴ്സസ് ആണ്. അതായത് കമ്പനിയുടെ ഫയലുകൾ, ഡോക്യുമെന്റ്സുകൾ, ഡാറ്റാബേസ് ജനറേറ്റഡ് ബൈ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് നമ്മുടെ DBMS എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ തന്നെ കമ്പനി എംപ്ലോയീസ്, കമ്പനിയുടെ എംപ്ലോയീസിൽ നിന്നും പല തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ കമ്പനിയുടെ ഫയലുകൾ, ഡോക്യുമെന്റ്സുകൾ, DBMSൽ നിന്നൊക്കെ നമുക്ക് എന്ത് എടുക്കാവുന്നതാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എടുക്കാവുന്നതാണ്. അടുത്തത് സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, അതായത് പ്രൈമറി അല്ല, എങ്ങനെയാണ് സെക്കൻഡറി ആയിട്ട് നമുക്ക് ലഭ്യമാകുന്ന ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ്, മാഗസിൻസ് എക്സെട്ര. ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ്, മാഗസിൻസ് എക്സെട്ര. നെക്സ്റ്റ് വൺ മാസ് മീഡിയ സച്ച് ആസ് റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്. റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്. അടുത്തത് ഫോർമൽ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഏജൻസീസ്. ഫോർമൽ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഏജൻസീസ്, അതായത് ഫോർമൽ ആയിട്ടുള്ള സ്റ്റഡീസ് മറ്റേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏജൻസീസ് ഏതെങ്കിലും തരത്തിലുള്ള ഫോർമൽ ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് ലഭ്യമാണല്ലോ. സച്ച് ആസ് മാർക്കറ്റിംഗ് റിസർച്ച് ഏജൻസീസ്, കൺസൾട്ടൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പോൾ ഏതെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള വല്ല സ്ഥാപനങ്ങളും, അതേപോലെ തന്നെ മാർക്കറ്റിൽ റിസർച്ച് ചെയ്യുന്ന വല്ല ഏജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് നമുക്ക് എന്താണ് ലഭ്യമാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പോയിന്റിൽ പറയുന്നത്. അടുത്തത് സ്പൈയിങ് ആൻഡ് സർവൈലൻസ്. സ്പൈയിങ് ആൻഡ് സർവൈലൻസ്, ഇൻഡസ്ട്രിയൽ എസ്പിനോജ്, അതേപോലെ തന്നെ എസ്പിനോജ് ഏജൻസീസ് ഓർ ത്രൂ എംപ്ലോയീസ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്. എന്താണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ എംപ്ലോയീസ്? ചിലപ്പോൾ മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ ഉള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ എംപ്ലോയീസിൽ നിന്ന് നമ്മൾ എന്താണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാണ്. ഇനിയും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ചാരപ്പണിക്കാരെയും നിർത്തുക, എന്നിട്ട് അവരുടേതായുള്ള ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സോഴ്സസിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാവുന്നതാണ്? ഇൻഫോർമേഷൻസ് എടുക്കാവുന്നതാണ്. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് approaches of environmental scanning. Organization may adopt either systematic approach. ഈ അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണത്? സിസ്റ്റമാറ്റിക് അപ്രോച്ച്,
അഡ്ഹോക് അപ്രോച്ച് ഓർ പ്രോസസ്ഡ് ഫോം അപ്രോച്ച്, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാതിൻ്റെയും കൂടെ കോമ്പിനേഷൻ. അപ്പോൾ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അഡ്ഹോക് അപ്രോച്ച്, അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫോം അപ്രോച്ച്, ഇതിലേതാണ് എന്നുള്ളത് എന്താണ് കൃത്യമായിട്ട് നമ്മൾ തീരുമാനിക്കുക, ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അടുത്തത് ടെക്നിക്സ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ്. ടെക്നിക്സ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ് നമുക്കറിയാം, പല തരത്തിലുള്ള ടെക്നിക്കുകൾ ഉണ്ടായിരിക്കും. അത് ഏതാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെക്നിക്സ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ്, അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാകാം, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ലൈക്വൈസ് ഫോർമൽ ആൻഡ് സിസ്റ്റമാറ്റിക് ടെക്നിക്സ്, ഫോർമൽ ആയിട്ടുള്ളത് ഉണ്ടാകാം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടെക്നിക്സ് മേ ബി സെലക്ടഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. അതേപോലെ തന്നെ അത് നമ്മുടെ എന്തിനനുസരിച്ചാണ്, നമ്മുടെ സിറ്റുവേഷൻ, അതായത് നമ്മുടെ ആവശ്യം എന്താണ്, അതേപോലെ തന്നെ ഏതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് വലിയ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് മുടക്കിയിട്ട്, അതായത് ക്യാപിറ്റൽ മുടക്കിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ ആവശ്യകത എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ ഏത് ടെക്നോളജിയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻവയോൺമെന്റൽ സ്കാനിങ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻവയോൺമെന്റൽ സ്കാനിങ്, അതായത് നമ്മുടെ എൻവയോൺമെന്റൽ സ്കാനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈവൻസ്, ട്രെൻഡ്സ്, ഇഷ്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ട്രെൻഡ്സ്, ഈവൻസ്, ഇഷ്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഈവൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോരോ സംഭവങ്ങൾ അല്ലേ. ഈവൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സ്പെസിഫൈ ഒക്കറൻസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് എൻവയോൺമെന്റൽ സെക്ടേഴ്സ്, അതായത് വിവിധ എൻവയോൺമെന്റൽ സെക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഈവൻസുകൾ. ഇനി അടുത്തത് ട്രെൻഡ്സ്. ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നും എങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനറൽ ടെൻഡൻസീസ്, ജനറൽ ടെൻഡൻസി, അതായത് അത് എങ്ങനെയാണ്, ജനറൽ ആയിട്ടുള്ള ടെൻഡൻസി എന്താണ് അതിൻ്റെ, അലോങ് വിച്ച് ഈവൻസ് ടേക്ക് പ്ലേസ്, അതായത് ഓരോ സംഭവത്തിനും അതിൻ്റെ പിന്നാലെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഇഷ്യൂസ്. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിലി സംഭവിക്കുന്നതാകാം, അതല്ലാന്നുണ്ടെങ്കിലോ ഇഷ്യൂസ് ആർ ദ കറണ്ട് കൺസേൺ അറൈസ് ഇൻ റെസ്പോൺസ് ടു ഈവൻസ് ആൻഡ് ട്രെൻഡ്സ്. അതായത് ഒരു സംഭവം അത് നമ്മൾ അപ്ലൈ ചെയ്തു, അതിന് എന്തുണ്ടാകാം? ഒരു ഇഷ്യൂ ഉണ്ടാകാം. ഇനിയും ഇത് നമ്മൾ ഭാവിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് എക്സ്പെക്ടേഷൻസ് ആർ ദ ഡിമാൻഡ്സ് ഫ്രം ദ പാർട്ട് ഓഫ് വേരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഇപ്പം നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനാണ് എന്നുണ്ടെങ്കിലും അത് ആരുടെ ഇടയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? ജനങ്ങളുടെ ഇടയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ നമ്മളിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ ഡിമാൻഡ് ഫ്രം ദ പാർട്ട് ഓഫ് ദ വേരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. വിവിധ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകാർ എന്താണോ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ഈ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫാക്ടേഴ്സിൽ മെയിനായിട്ട് വരുന്നത് ഈവൻസ്, അതേപോലെ തന്നെ ട്രെൻഡ്സ്, ഇഷ്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതായത് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ടാകാം, അതേപോലെ തന്നെ ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഏതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് പറയുന്നത് ത്രെട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈൽ എന്നാണ്. ത്രെട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈൽ, അത് പ്രിപ്പറേഷൻ നടത്തുക. പ്രിപ്പറേഷൻ ഓഫ് ദ എൻവയോൺമെന്റൽ ത്രെട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈൽ. ഇപ്പം നമുക്കറിയാം, നമ്മൾ SWOT അനാലിസിസ് ഒക്കെ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെട്ട്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് എത്രത്തോളം എന്താണ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇനി അത് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വല്ല ത്രെട്ട് ഉണ്ടോ, അത് സക്സസ് ആകാനുള്ള സാധ്യതയുണ്ടോ, അതിന് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ് ഈസ് ടു സ്ട്രക്ചർ ദ ത്രെട്ട്, ഓപ്പർച്യൂണിറ്റീസ് എക്സെട്ര. അതായത് ത്രെട്ടിൻ്റെയും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയുടെയും എല്ലാം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക. അതിനനുസരിച്ച് മാത്രം നമ്മൾ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം.